പണ്ടത്തെ കേരളത്തിനെ കുറിച്ച് നിങ്ങൾ ഇന്നും സത്യമാണെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ലോക പൊട്ടത്തരങ്ങൾ പാർട്ട് 4. നമ്മൾ പണ്ടത്തെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ച് എങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു സിനിമയിൽ കാണിക്കാമെങ്കിൽ എങ്ങനെയായിരിക്കും കാണിക്കുക? അത് വലിയ കൊട്ടാരും വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ, സ്വർണ്ണ സിംഹാസനം, സ്വർണ്ണ കിരീടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നൂറ്റാണ്ടുകൾക്കും നമ്മളെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഓലപ്പുരകളും മാത്രമായിരുന്നു. ഇത് കേൾക്കുന്ന ദിവസത്ത് പല ആൾക്കാർക്കും ഇത് എന്തൊരു വലിയ മണ്ടത്തര ചങ്ങായി വിളിച്ചു പറയുന്നതൊക്കെ തോന്നും. ഇന്ന് സത്യം ഇങ്ങനെ തരാം, ഒരു ഓലപ്പുരകൾ മാത്രമായിരുന്നു അന്നത്തെ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വലിയ വലിയ രാജകുമാരുടെ കൊട്ടാരങ്ങളുടെ കാര്യമാണ് പറയുന്നത്, ഓല വീടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ പല ആൾക്കാരും ഹിൽ പാലസ്, അത് തൃപ്പൂണിത്തുറയുള്ള ഹിൽ പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് ഭയങ്കര വലിയ കൊട്ടാരമാണല്ലേ. അതായത് ബ്രിട്ടീഷുകാർ, അത് നമ്മളെ രാജകുമാർക്ക് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഫോറിൻ ശക്തികളൊക്കെ അവിടെ വന്നതിന് ശേഷം അവർ പണിത് കൊടുത്ത് അത്ര മനോഹരമായിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ഇതും ആക്ച്വലി ഈ ഒരു ഹിൽ പാലസും ആദ്യ കാലങ്ങളിൽ ഓലപ്പുര തന്നെയായിരുന്നു. പിന്നീടാണ് അത് ഓടും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതായത് നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് ഓടുമേന ഒരു കൊട്ടാരം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ മട്ടാഞ്ചേരിയിൽ നടക്കുന്ന ഡച്ച് പാലസ് ആണ്. അതായത് ഓല വീടുകളായിരുന്നു രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ പോലും.